കേട്ടിട്ട് ഇവിടെ വന്ന് പങ്കെടുത്തിട്ട് കുറെ ചിരിക്കാം എന്ന് വിചാരിച്ചാൽ ഞാൻ എനിക്കൊന്ന് ചിരിക്കണമെന്ന് ഫസ്റ്റ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ചിരിക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിരിക്കാനോ ചിരിപ്പിക്കാനോ കരയിക്കാനോ ഒന്നും സാധിക്കാത്ത ദിവസമാണ് ഞാൻ തൊഴിലഭിനയമാണ്. അപ്പൊ ആരെങ്കിലും ഒരു കഥ എഴുതുന്നു, മറ്റുള്ള ഡയലോഗ് എഴുതുന്നു, അത് എഴുതിട്ട് വേറെ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നു, ഷൂട്ട് ചെയ്യുന്നു. ഷൂട്ട് ചെയ്യുമ്പോൾ പറയാനുള്ളത് ചിരിപ്പിക്കാനുള്ളതാണെങ്കിൽ കരയിക്കാനുള്ളതാണെങ്കിൽ കാര്യമാണെങ്കിൽ കേൾക്കാനുള്ളതാണെങ്കിൽ എന്താണെങ്കിൽ ഒരാൾ അടുത്ത് ഫോൺ ചെയ്ത് പറയും, അത് കേൾക്കാൻ പറയും. ഇങ്ങനെ പറഞ്ഞ് ചിരിപ്പിക്കാനോ കരയിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യാനോ സ്വന്തമായിട്ട് വാക്കുകൾ പറയാനോ കഴിയില്ല. ചുരുക്കം പറഞ്ഞാൽ ചക്ര ഞാൻ പല ദിവസം പറഞ്ഞിട്ടുള്ളതാണ്. എന്തെങ്കിലും കാരണവശാൽ ദേഷ്യം വന്നിട്ട് ഭാര്യയെ കണ്ട് തെറി പറയണമെന്ന് തോന്നിയല്ല ഞാൻ ഭാര്യയെ ആ സ്ഥിതിയാണ് ഒരു രാഷ്ട്രമുണ്ട്. പണ്ടൊരു ഗുണമുണ്ടായിരുന്ന ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഈ റോങ്കിങ് ഈ സ്റ്റേജിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡെലിവറി റോങ്കിങ് ഉണ്ടായിരുന്നു. ഡയറക്റ്റായിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്തത് ബിഗിനിങ് ഓഫ് 60s, മിഡിൽ ഓഫ് 60s വരെ ഓർ ഈവൻ 70s വരെ സ്റ്റുഡിയോടകത്ത് ഡയറക്റ്റായിട്ട് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും അത് വലിയ ചിരി അടക്കാൻ സാധിക്കാത്ത പല സീൻസും ഞാൻ തന്നെ ഇത് കണ്ടിട്ട് പണ്ട് ഷൂട്ടിങ് കാണാൻ പോകുമ്പോൾ പഠിക്കുന്നതാണ് ചെറിയ ഓടിക്കുന്നത്. കാരണം ജയരായ മഹാലിക്കും ഇതിലൊക്കെ അഭിനയിക്കുമ്പോൾ ഈ പി കാരണം മോഡലിംഗ് കൊടുത്തിട്ട് പാടുന്ന ഭാഗങ്ങൾ സഞ്ചരിച്ചിട്ടാണ്. അപ്പൊ ക്യാമറയും ചിലപ്പോൾ അപ്പൊ ഈ ഇൻസ്റ്റയർ ഈ ഓർക്കസ്ട്ര ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതുകൊണ്ട് ഇതിലെ അപ്പൊ അവരുടെ ഭാഗം ഒരുപാട് എത്തിച്ചു വരികയാണെങ്കിൽ ഈ മൈക്കും ഇങ്ങോട്ട് വരും, ക്യാമറ ഇങ്ങോട്ട് വരും, ഇവരിങ്ങനെ റിവേഴ്സിൽ നടത്തിയിട്ട് വരും. അപ്പൊ ഇത് ആദ്യമായിട്ട് കണ്ടത് അവിടെ ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ ഈ ചിരി കൂടെ റെക്കോർഡ് ചെയ്യപ്പെടും. അപ്പൊ അവിടെ നാലഞ്ച് ചിരിയാണ് അവരെ തല്ലും, അതിന് ഓടം അവരത് ഞാൻ വായി കൊണ്ടുകൊണ്ട് ആദ്യമായിട്ട് കിടന്നത് ഓടിക്കും. അപ്പൊ ഇതുപോലെ സൗണ്ട് സംസാരിക്കുന്നത് ഒക്കെ ഇങ്ങനെ തന്നെയാണ്. അപ്പോ റെക്കോർഡ് ചെയ്യണം, എന്നാലേ പ്രശ്നമുണ്ടായിരുന്നു, പ്ലേബാക്ക് ഇല്ലാത്ത കാര്യം. അപ്പോ ഡയലോഗ് മുഴുവൻ കാണാതെ പഠിച്ചിട്ട് വന്ന് പറയുന്ന ഒരു പ്രവണതയായിരുന്നു. അതെല്ലാവർക്കും നാടകത്തിൽ കാണുന്നുണ്ട്. നാടകത്തിലാണെങ്കിൽ പിന്നെയും എക്കണോമിക് ഫോം ചെയ്ത് കൊടുക്കുമായിരുന്നു. ഈ വലിയ അങ്ങനെ മൈക്ക് ക്യാച്ച് ചെയ്യില്ല, ദൂരെയാണ്. ഇത് അങ്ങനെയല്ല, ഫോം ചെയ്യാനേ ഒന്നും കാണാതെ പഠിച്ചത്. അപ്പൊ അതുകൊണ്ട് സ്വന്തമായിട്ടൊന്നും പറയാനുള്ള കഴിവില്ല എന്ന് പ്രോംപ്റ്റിംഗ് ഇല്ലാതെ പറയാൻ കഴിയില്ല. ഞാൻ അഭിനയം ആരംഭിക്കുന്ന സമയത്ത് തന്നെ അതായത് കംപ്ലീറ്റ് സൗണ്ട് ഓൺ ദി സ്പോട്ട് റെക്കോർഡ് ചെയ്യായിരുന്നു. അപ്പോൾ ഈ മാഗ്നറ്റിക് ടേപ്പ് ആണ് കണ്ടുപിടിച്ചിട്ടില്ല വന്നിട്ടില്ല. മാഗ്നറ്റിക് ടേപ്പ് വന്നപ്പോൾ അത് ഇതിൽ സൗണ്ട് നെഗറ്റീവും പിക്ചർ നെഗറ്റീവ് ഒരുമിച്ചുണ്ട്. രണ്ടാമത് ടിക്കറ്റ് എടുത്തിരുന്നാൽ ഏതെങ്കിലും അഭിനയിക്കുന്ന ശരിക്കോ അല്ലെങ്കിൽ ഡയലോഗ് പറയുന്ന ശരിക്കോ രണ്ടാമത് ടിക്കറ്റ് വന്നാൽ എഗെയിൻ ഈ പിക്ചർ നെഗറ്റീവും സൗണ്ട് നെഗറ്റീവും പിടിക്കും. അത് മാഗ്നറ്റിക് ടേപ്പ് ഒന്നും പറഞ്ഞില്ല. മാഗ്നറ്റിക് ടേപ്പ് റീവൈൻഡ് ചെയ്ത് അനുഭവത്തിന് റെക്കോർഡ് ചെയ്ത് റെക്കോർഡ് ചെയ്യുമ്പോൾ കുറേ അറിയില്ല. അത് കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ഫ്ലോറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എന്ത് പറ്റി പറഞ്ഞ കാറിൻ്റെ ശബ്ദം, വണ്ടിയുടെ ശബ്ദം, കുട്ടികൾ പോകുന്നതിൻ്റെ ശബ്ദം, നമ്മൾ അവിടെ ഡയലോഗ് കറക്റ്റായിട്ട് പറഞ്ഞാൽ ഈ ഔട്ട്സൈഡ് നോയ്സ് കാരണം രണ്ടാമത് ഈ പിക്ചർ പ്രൊജക്ട് ചെയ്തിട്ട് അതിലെ ലിപ് മൂവ്മെന്റ് നോക്കിയിട്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഡബ് ചെയ്യണം. നമ്മൾ തന്നെ ഡബ് ചെയ്യും, നമ്മൾ വീട്ടിൽ പറഞ്ഞാൽ വീണ്ടും ഡബ് ചെയ്യും. അപ്പോൾ അങ്ങനെ വീണ്ടും ഡബ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പറ്റി ഞങ്ങളൊക്കെ മടിയന്മാരാണ്, കാണാൻ വഴിയിലെന്ന് വിളിച്ചു. ഏതായാലും വീണ്ടും ഡബ് ചെയ്യണത്. അപ്പോൾ ഉറക്ക തന്നെ കൂടെ ഷൂട്ടിലോടിക്കാൻ നേരത്തെ ഹസ്ബൻഡാണ് ഉറക്ക വായിക്കും. പ്രോംപ്റ്റിങ്ങുമല്ല, ആക്ച്വലി ഈ ആർട്ടിസ്റ്റ് പറയുന്നതിനേക്കാളും മുറ്റത്തില് അവൻ പ്രോംപ്റ്റ് ചെയ്യും. ഇത് പറഞ്ഞു സ്വയം പറയാനുള്ള ശക്തി നഷ്ടപ്പെട്ടു.
ഇപ്പോൾ പ്രോംപ്റ്റിംഗ് ഇല്ലാതെ യാതൊരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചിരുന്ന ആരെങ്കിലും വല്ലതും പറഞ്ഞു ഞാൻ അതാണ് എൻ്റെ സ്റ്റേജ്. ഞാനതുകൊണ്ട് ഞാൻ ഹിന്ദി കോമഡിയിൽ നിന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത് അത് ഒരുപാട് കഥകളുണ്ടായിരുന്നു. അത് പലതും നിങ്ങൾക്ക് കേട്ടിട്ടുള്ളതായിരിക്കും. പക്ഷെ അതിനകത്ത് തന്നെ ഇവിടെ നിന്ന് പറയാൻ കഴിയില്ല. ഒരു 90% നഷ്ടീകരണം പിന്നെ തീർച്ചയായിട്ടും അതിനും ഒരു ടൂറിസ്റ്റ് എപ്പോഴും മുമ്പ് അത് ഇവിടെ പറയാൻ നിർത്തി. ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഞാൻ തിരിപ്പിക്കാൻ വേണ്ടി ഓർമ്മയായിട്ടുള്ള തത്വത്തിൽ നേരത്തെ പാടിയത് അപ്പോഴാണ് ഓർമ്മ ഓർമ്മ നിമിഷത്തിൽ എങ്ങനെയാണ് ഈ വാക്കുകൾ വരുന്നത്, എങ്ങനെയാണ് ഈ പാട്ട് വരുന്നത്, എങ്ങനെയാണ് ഈ പാട്ടിനെ മാറ്റിയിട്ട് അദ്ദേഹത്തിൻ്റെ ശൈലി പാടുന്നത്. ഒരു പടത്തിലെ ഈ പണ്ട് കാര്യാന്നുള്ളൊരു പടം കണ്ടു കാണും, അല്ലെങ്കിൽ ഹിന്ദി കല്യാണം പണ്ട് നേരത്തെ കണ്ടു കാണും. അതിന് ക്രിയാറെന്നൊരു പാട്ടുണ്ട്. അത് വയറാണ് കഴിയുന്നത്. അപ്പോൾ വേറെ പടത്തിൻ്റെ ഒരു ഡിസ്കഷനാണ് അതിൻ്റെ പുള്ളിയുടെ വിലയിൽ എല്ലാവരും ഇങ്ങനെ ഓഫീസിൽ പോകുന്നത്. ആ സമയത്ത് ഭാര്യ വീട്ടിൽ സമയമായിരുന്നു. അപ്പോൾ പിന്നെ വയലാറുണ്ട്, വാസിയുണ്ട്, നല്ല സ്ഥലത്തെത്തിയും അതിൻ്റെ അബ്ദുള്ള അതിൻ്റെ പിന്നെ ഭാര്യയെ കുറിച്ച് പറഞ്ഞു ഭാര്യയെ കുറിച്ച് പറഞ്ഞു ചേട്ടൻ നിമിഷം കൊണ്ട് ഭാര്യ ഉണ്ടാക്കുമ്പോൾ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ എന്താ ഇപ്പോൾ ഇറങ്ങി പറഞ്ഞോട്ട് പെരിയാർ നല്ല പോകേണ്ടതായ ഇഷ്ടായിട്ടാണ് പെരിയാർ എന്ന് പറയുന്നത്. അതിൻ്റെ പെരിയാറിൻ്റെ ഫാമിലി ആയിട്ടുണ്ടാക്കും. എന്നാ കേട്ടോ, പെരിയാറെ നമ്മൾ മാറ്റി വയലാറെ വയലാറെ പാടാനറിയില്ല. വയലാറെ മറ്റേ പെരിയാറെ വയലാറെ ചേർത്തല പൂരത്തിൽ തെളിവിയിലെ ചൊറിയും കൊണ്ട് ഇറങ്ങി നടക്കുന്നു ഒരേയായി മോനാണ്. കാലൊരു വീഴ്ചയുടെ കേൾക്കാനും സത്യം കൊണ്ടൊരു ക്യാമറ ഉണ്ടായിരുന്നു. ഫോട്ടോ എടുത്തെങ്കിൽ ഇവിടെ തന്നെ കാര്യം യഥാർത്ഥ തരത്തിൽ ഏതെങ്കിലും പത്രത്തിന്റെ ഫ്രണ്ട് വന്നിരുന്നെങ്കിൽ ഈ എന്താ പറയാ നമ്മുടെ തമ്പുരാന്റെ പഠനത്തിന്റെ കൂട്ടത്തിൽ ഫോട്ടോഗ്രാഫറായിട്ട് ചിത്രമായിട്ടൊന്നും മാറിയാണ് എന്തും മനുഷ്യൻ നോക്കുന്നത് ചിത്രമായിട്ടുണ്ട്. അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ. ഞാൻ തമാശ പറയാൻ വേണ്ടി പറഞ്ഞതല്ല, ഓർത്ത് പറഞ്ഞാണ്. ഇങ്ങനെ കുറേ അധികമുണ്ട്. ഇതിൽ സകലം വലിയ എന്താ പറയാൻ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഞാൻ ഇല്ലാന്ന് പറയില്ല. അതുപോലെ ചില നടികളുടെ